നമസ്കാരം. ചരിത്രമുറങ്ങുന്ന നിയമസഭാ മണ്ഡലമാണ് നെയ്യാറ്റിൻകര. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള പാറശാല നിയോജക മണ്ഡലത്തിന് തൊട്ടടുത്തുള്ള നെയ്യാറ്റിൻകര മണ്ഡലത്തിലും ഇത്തവണ ത്രികോണ മത്സരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ എന്ന പോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരം ഇത്തവണ നടക്കുകയാണ്. സിറ്റിംഗ് എം.എൽ.എ. കെ ആൻസലൻ LDF-ന് വേണ്ടിയും UDF-ന് വേണ്ടി കോൺഗ്രസ് നേതാവ് N ശക്തനും മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ചെങ്കൽ S രാജശേഖരൻ നായരാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. പള്ളികളിലും മറ്റും അദ്ദേഹം പ്രചരണവുമായി സമ്പർക്കവുമായി എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാഹന പ്രചരണം ഇന്നലെ അവസാനിച്ചതാണ്. NDAയുടെ പ്രചരണം ഈ മണ്ഡലത്തിൽ എങ്ങനെയുണ്ട് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. സാറേ, ഈ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ടുണ്ടായിരുന്ന BJP അടുത്ത വർഷം 2012 ബൈ ഇലക്ഷനിൽ O രാജഗോപാൽ മത്സരിക്കുമ്പോൾ 30,000 ഉയർത്തിയിരുന്നു. അതോടുകൂടിയാണ് BJPയുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമായി നെയ്യാറ്റിൻകര മാറുന്നത്. ഇത്തവണ എന്തൊക്കെയാണ് BJPയുടെ പ്രതീക്ഷകൾ? അല്ല, BJPയുടെ കേരളത്തിലെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളതിൽ ഓരോ വർഷങ്ങൾ തോറും മാറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2016 കിട്ടിയതിനേക്കാളും ഡബിൾ വോട്ടാണ് 2021 കിട്ടിയത്. അത് അന്നത്തെ പ്രവർത്തനം. ആ പ്രവർത്തനം അല്ല ഇപ്പം മാറി. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ BJP വന്നതിന് ശേഷം ഇപ്പം എല്ലാവർക്കും അത് മനസ്സിലായി അതിൻ്റെ വികസനം എന്താണെന്നൊക്കെ. ഇപ്പം ഈ സെൻട്രലിൽ ഇനിയിപ്പം BJP അല്ലാതെ വേറെ പാർട്ടി വരുമെന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റില്ല. കാരണം അത്രയും നല്ല വികസനവും നല്ല രാജ്യത്ത് ലോകത്ത് 3-ാം നമ്പർ ശക്തിയായിട്ടൊക്കെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഒരു അഴിമതിയില്ലാതെ ഒരു ലീക്കേജ് ഇല്ലാതെ ഈ നാട്ടിൻ്റെ സേവനവും ജനങ്ങളുടെ സേവനവും അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് BJP എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കി. പിന്നെ ഈ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ കുറച്ച് പേരെ ഭിന്നിപ്പിച്ചും പേടിപ്പെടുത്തിയൊക്കെ നിർത്തിയിരുന്നത് അത് അവർക്കും മനസ്സിലായി. അപ്പം അവരുടെ തന്നെ മൈനോറിറ്റി എന്നൊക്കെ പറയുന്ന അവർ തന്നെയാണ് കൂടുതൽ ഇപ്പം BJPയിൽ പ്രവർത്തനത്തിന് വന്നതൊക്കെ. അപ്പം അവർക്ക് മനസ്സിലായ തെറ്റിദ്ധാരണകളാണ്. ഇവിടെ ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ജാതിയും മതവും അല്ല നോക്കുന്നത്. ഉള്ളി വികസനവും ജനങ്ങളെ ഒന്നായി കണ്ട് എല്ലാവർക്കും നന്മ വരേണ്ട എല്ലാ തൊഴിലവസരങ്ങളുമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റി ഇന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നെയ്യാറ്റിൻകരയും ആൾക്കാർ മാറേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഈ കഷ്ടപ്പാട് ഒരു ഓൾഡ് ഏജ് ഹോമായി ഇപ്പം വീടുകളുണ്ടെങ്കിൽ കുറേ പേര് ഗൾഫിൽ നിന്ന് വന്നൊരു വീടുകൾ ഡെവലപ്പ് ചെയ്തതിനപ്പുറം ഈ വീടുകളിലൊന്നും യങ്സ്റ്റേഴ്സിനെ കാണാനില്ല. പ്രായമായിട്ട് അമ്മൂമ്മ അപ്പൂപ്പന് മാത്രമേ ഉള്ളൂ. അവർ ഈ മരുന്നിനും ആഹാരത്തിനും നിവൃത്തിയില്ലാതെയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു. അവരെ കൂടപ്പറപ്പുകളും മക്കളും ഒക്കെ ഈ നാട് വിട്ട് പോയതിൻ്റെ ദുഃഖം വേറെയുണ്ട്. പിന്നെ കൃഷി കാര്യങ്ങളും കുളങ്ങളും വെള്ളം എല്ലാം മറ്റിക്കിടക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രകൃതി ദൈവം തന്നതിനെ ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നോക്കിയല്ല. ഞാനൊരു നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം ബോംബെയിൽ നിന്ന് 27 വർഷമായിട്ട് ഇവിടെ വന്ന് തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസവും ഇതൊക്കെ ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് എൻ്റെ നാട് ആവശ്യപ്പെട്ടായിട്ടാണ് ഞാൻ ഇലക്ഷൻ നിന്നത്. എനിക്കറിയാം അത് മാറ്റാൻ സാധിക്കുമെന്ന്. നാട്ടുകാർക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ഇപ്രാവശ്യവും നാട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ സെക്കൻഡ് ടൈം നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതിലൊരു മാറ്റം എന്നുള്ള ജനങ്ങൾ എൻ്റെ സ്കൂളിലുള്ള 300 സ്റ്റാഫുകൾ കാലത്തെ 7 മണി മുതൽ രാത്രി 10 മണി വരെയൊക്കെ ഫീൽഡിൽ ഇറങ്ങി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടെ ചിലരെയൊക്കെ മൈൻഡ് സെറ്റാണ് ഒരു ഭയപ്പെടുത്തി വെച്ചിട്ട് അവരൊക്കെ അവകാശം വേണം, അത് ജാതി മതത്തിലൂടെ വേണം ചെയ്യണമെന്നുള്ളൊരു തെറ്റായ നയമാണ്. അത് പാടില്ലാത്തതാണ്. അത് വലിയ നമ്മളുടെ ആൾറെഡി തീവ്രവാദം ഈ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വേറൊരു ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. സെൻട്രലിൻ്റെ ഏതെങ്കിലും സപ്പോർട്ട് ഈ നാട്ടിൽ നടപ്പാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. സെൻട്രലിന് ഒരുപാട് സ്കീമുകളുണ്ട്. ഇപ്പോൾ സെൻട്രലിൻ്റെ സ്കീം കൊണ്ടുവന്ന് നടപ്പാക്കണമെങ്കിൽ ഇവിടെ ഒരു BJP കാൻഡിഡേറ്റ് ഉണ്ടായിരുന്ന ഒരു MLA ഉണ്ടായിരുന്നാലേ അത് നടക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. പിന്നെ അത് തടസ്സപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ മത തീവ്രവാദമാണ് അതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറിയിട്ടാണ് ഇപ്പം ഇത്രയൊക്കെ വോട്ടുകൾ കൂടുന്നത്. പ്രാവശ്യം ജയിക്കേണ്ട സാധ്യതയാണ്, നാട്ടിൻ്റെ ആവശ്യമാണ്. അത് ജനങ്ങളത് അവസരം തരുകയാണെങ്കിൽ അത് എന്താണ് വികസനം എന്നുള്ള നമുക്ക് ഈ നാട്ടിൽ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. താങ്കളൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു സംരംഭകൻ കൂടിയാണ്. താങ്കൾ കേരളത്തിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ താങ്കൾക്കറിയാം. ഈ നെയ്യാറ്റിൻകര മണ്ഡലം തമിഴ്നാടിന് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ്. ആ അതിർത്തി കടന്നു കഴിഞ്ഞാലുള്ള കാർഷിക മുന്നേറ്റവും വ്യാവസായിക മുന്നേറ്റവും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ മണ്ഡലത്തിലാണ് ആദ്യമായ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക എന്ന് തോന്നുന്നുണ്ട്. അല്ല, തിരുവനന്തപുരം എന്ന് പറയുന്നതിനാൽ നെയ്യാറ്റിൻകര ഒരു പ്രത്യേക ഒരു
തിരുവനന്തപുരം പോലെയാണ് സിറ്റി അല്ല എന്നുണ്ടെങ്കിലും സിറ്റിക്കും അപ്പുറം ഇവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ദൈവം തന്നിട്ടുള്ള ഒരുപാട് നിങ്ങൾ പറഞ്ഞ പോലെ വാട്ടർ ബോഡികളുണ്ട്, ഒരുപാട് കുളങ്ങളുണ്ട്, ഒരുപാട് കൃഷിയുടെ സ്ഥലങ്ങളാണ്, ഒരുപാട് തെങ്ങും വാഴയും കപ്പയൊക്കെ ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതെല്ലാം പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വിഴിഞ്ഞ ഹാർബർ വരുമ്പോൾ അതിൻ്റെ കൂടെ തൊട്ടടുത്ത് കിടക്കുന്നത് നമ്മളുടെ നെയ്യാറ്റിൻകരയാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ, എംപ്റ്റി സ്ഥലങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം എൻ്റെ ഇതുവരെ കൊണ്ടുവന്ന ഒരു ഓട്ടോമൊബൈൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അവർക്ക് 8 മാസമായിട്ട് ശമ്പളം കൊടുക്കാത്ത കുറേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിനെയൊക്കെ ഒന്ന് മാറ്റി പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയോടെയുള്ള ഇലക്ട്രിക് ഓട്ടോയും ഇലക്ട്രിക് സ്കൂട്ടറും ഒരുപാട് മാനുഫാക്ചറിങ് ബിസിനസ് ഈ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. ഞാനൊരു സംരംഭകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരു തൊഴിൽ, ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്ത് ഹോട്ടലിയർ ആയതാണ്. അത് ബോംബെയിൽ നല്ല രീതിയിൽ നടന്ന സമയത്താണ് ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ നാട്ടിൽ വന്നത്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് തന്നെയാണ് നമ്മൾ അവിടെയെല്ലാം ഡെവലപ്പ് ചെയ്തത്. നമുക്ക് ഈ ടൂറിസത്തിന് സാധ്യത ഉണ്ടെന്നൊരു മെസ്സേജാണ് ഞാൻ കൊടുത്തത്. അത് ബീച്ചായാലും നല്ല ബീച്ചുണ്ട്, നല്ല ബാക്ക് വാട്ടറുണ്ട്, നല്ല ഹിൽ സ്റ്റേഷനുണ്ട്, നല്ല ഫോറസ്റ്റ് ഉണ്ട്, നല്ല 3-4 ക്ലൈമറ്റുള്ള കേരളത്തിൽ ഇതേപോലെ ടൂറിസം വേറൊരു ലോകത്തൊരിടത്തും കാണില്ല സാധ്യത. അതെല്ലാം ഇല്ലാതാക്കി വെച്ചിരിക്കുകയാണ്. അത് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യിച്ച് 2000 കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തു. അതിലൂടെ ടൂറിസത്തിൽ ഒരുപാട് വേൾഡ് അവാർഡ് മേടിക്കാൻ സാധിച്ചു. ഇതൊക്കെ ഒരു മെസ്സേജാണ്. അല്ല ഞാൻ ഇവിടെ പൈസ ഉണ്ടാക്കാനൊന്നും വന്നതല്ല ഞാൻ ഇവിടെ ബോംബെയിൽ. എൻ്റെ ജീവിതം ഒരു നാട്ടിന് സമർപ്പണമാണ്. അപ്പോൾ അത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എത്ര ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഓട്ടത്തിലാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലൂടെ നമുക്കൊരു ലൈസൻസ് പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ നെയ്യാറ്റിൻകര കേരളത്തിൻ്റെ ഏറ്റവും നല്ല മണ്ഡലമായിട്ട്, വികസന കേരളമായിട്ട്, മണ്ഡലമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ചെയ്യാൻ കഴിവുള്ളതും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നതൊക്കെ. ഈ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഇടയിലൊരു സ്വീകാര്യത? ത്രികോണം എന്ന് പറയുമ്പോൾ ഇവരെല്ലാം പഴയ കാൻഡിഡേറ്റുകളാണ്. 2 പാർട്ടിയിലും കാൻഡിഡേറ്റായിട്ട് 2 പ്രാവശ്യം വരെയൊക്കെ ജയിച്ച്, 2 കൂടുതൽ പ്രാവശ്യം ജയിച്ച കോൺഗ്രസ്സും ഉണ്ട്. അവരെന്ത് ചെയ്തു എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അത് ജനങ്ങളും തിരിച്ചറിയേണ്ടതാണ്. അവർ അങ്ങനെയല്ല പറയേണ്ടത്. ഒരു പഴയ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് ഇപ്പം 54 വയസ്സിൽ കൂടുതലേ വയസ്സ് പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഹെൽത്തും ശരിയല്ല. പക്ഷേ എന്നിട്ടും ആ പാർട്ടിക്ക് വേണ്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്ത് ചെറുപ്പക്കാരുണ്ട്, മോഡേൺ നല്ല തിങ്കിങ്. അവർ ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്, ഞാൻ പഴയ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ശബരിമലയ്ക്ക് പോകാൻ 20% ടിക്കറ്റിന് ഡിസ്കൗണ്ട് കൊടുത്തു എന്നുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ പ്രയാസമാണ്. അദ്ദേഹം ജാതിയും മതത്തിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. അതേപോലെയാണ് മറ്റേ കമ്മ്യൂണിസ്റ്റിൻ്റെ 2 പ്രാവശ്യം ജയിച്ചതാണ്. ഈ 10 വർഷത്തിൽ ഈ നാട്ടിൽ എന്ത് ചെയ്തു എന്നായിട്ട് നമുക്കറിയില്ല. അദ്ദേഹം ഇന്നാൾ വലിയ രീതിയിലൊക്കെ പറഞ്ഞ് റേഷൻ കടകളൊക്കെ ഒരു ദിവസമെങ്കിലും അടഞ്ഞു കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് കേൾക്കുമ്പോൾ അതൊക്കെയാണ് വികസനം എന്ന് പറയുമ്പോൾ. ഈ റേഷൻ കട എന്ന് പറയുന്ന റേഷൻ മെറ്റീരിയൽ കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. അത് അടഞ്ഞു കിടന്നൊന്ന് സ്ഥിരം അടപ്പിക്കുന്ന പാർട്ടി ഭരണത്തിലിരിക്കൊണ്ടാണ് അടയ്ക്കാത്തത്. ഇവരുടെ അടപ്പിപ്പം ഇല്ലാതായ്മയാണല്ലോ ഈ നാട്ടിനെ നശിപ്പിച്ച്. അതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളൂ. അല്ലാതെ പറയാനായിട്ട് ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞൊന്നുമില്ല. ഒരു ഇൻഡസ്ട്രി കൊണ്ടുവന്നു എന്ന് പറയാനില്ല, അതിനൊന്ന് ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ല. അത് 8 മാസമായിട്ട് ശമ്പളം കൊടുക്കാതെ ഓട്ടോമൊബൈൽ ഇപ്പോഴും കിടക്കാൻ. അതിൻ്റെ MD എന്തോ പോയിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഈ MLAക്ക് സ്വീകരണം കൊടുത്തു എന്ന് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പ്രയാസം തോന്നുന്നു. ഇതൊക്കെ ഇനിയാണോ നാട്ടിന് ഈ പുരോഗമിക്ക്? വീണ്ടും ഈ വിഷം വിത്തുക്കളെ നമ്മൾ കേട്ട് മേടിക്കുന്ന മാതിരിയാണ്. നമ്മൾ കേട്ട് മേടിച്ച് നമ്മൾ ഈ നാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു മാറ്റത്തിനാണ് ആവശ്യം. വരും തലമുറ ഈ നാട്ടിൽ തന്നെ ജീവിക്കണം, വിദ്യാഭ്യാസം ഇവിടെ തന്നെ ഫുള്ളായിട്ട് കിട്ടണം. അതുകൊണ്ട് തൊഴിലവസരങ്ങൾ ഇവിടെ ചെയ്ത് അച്ഛനമ്മമാരോട് സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാണ് നമ്മളെ നാട്. അതൊന്നും ഇല്ലാതായിട്ട് പോവുകയാണ്. കുട്ടികൾ വെളിനാട്ടിലാണ് പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ പോയതിന് ശേഷം നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ അവർക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഏറ്റവും നല്ലൊരു കേരളം നാട്ടിന് സമർപ്പിക്കുവാൻ സാധിക്കും. അതിലേറ്റവും നല്ലത് നെയ്യാറ്റിൻകര ആയിരിക്കും. അതെൻ്റെ പ്രോമിസാണ്, എൻ്റെ നാട്ടിനോടുള്ള എൻ്റെ കടപ്പാടാണ്. പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ സന്ദർശനം ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ മണ്ഡലത്തിൽ? പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനല്ല, പ്രധാനമന്ത്രി തന്നെ ലോകത്തിന് ആവേശമാണ്. ഒരുപാട് രാജ്യങ്ങൾ പറയും എനിക്ക് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്ക് കിട്ടിയെങ്കിലോ എന്ന് പാകിസ്ഥാൻ പോലും പറഞ്ഞതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വികസനം അദ്ദേഹം ആണ്. ഇത്രയും സമയമെടുത്ത് കേരളത്തിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇന്നലത്തെ പ്രകടനമായിരുന്നു. അദ്ദേഹം എത്രയോ പ്രാവശ്യം വന്നു കഴിഞ്ഞു. പല സ്റ്റേറ്റുകളൊക്കെ മാറി. ഇപ്പോൾ ഈ കേരളമാണ് മാറാതിരിക്കുന്നത്. ഏറ്റവും കഴിവുള്ള വ്യക്തികളും ഏറ്റവും ഭംഗിയുള്ള നാടും കേരളമാണ്.
അതിനെയാണ് ഇപ്പം ഈ വൈറസായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഇനിയും ചിലപ്പം വരേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ യാത്രകളെല്ലാം നാട്ടിന് വേണ്ടിയിട്ടാണ്, കേരളത്തിന് വേണ്ടിയിട്ടാണ്. കേരള ജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. എന്തായാലും നെയ്യാറ്റിൻകരയെ തിരിച്ചു പിടിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.